വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. 3200 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ ആണ് ഇന്ന് ചെയ്യുന്നത്. വളരെ അട്രാക്റ്റീവായിട്ട് എക്സ്റ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. വിശാലമായിട്ടുള്ള ലാൻഡ് യാർഡാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഈ ഒരു വീട്ടിൽ 5 ബെഡ്റൂംസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ വോൾ മുഴുവനായും ഹൊറിസോണ്ടൽ ലൈൻ ഗ്രൂ ഡിസൈൻ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പോർച്ച് വീടിന്റെ ഫ്രണ്ട് ഏരിയയിലായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല തിക്നെസ് ഉള്ള പില്ലേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോർച്ചിന്റെ സീലിംഗിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ സിറ്റൗട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കടക്കുകയാണ്. വീടിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ലിവിംഗ് ഏരിയ കാണാം. അതിമനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു സോഫ സെറ്റും ടീ ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ഉപയോഗിച്ചാണ് സീലിംഗ് വർക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ സ്റ്റെപ്പും വുഡൻ ഫ്രെയിംഡ് ഗ്ലാസ് റെയിലിംഗ്സും ഉപയോഗിച്ചാണ് സ്റ്റെയർ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എലിഗൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുകയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ടേബിളും ചെയേഴ്സുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെയായി ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷിംഗ് ഏരിയ കാണാം. വൈറ്റ് കളർ ബേസിൻ, മിറർ, സ്റ്റോറേജ് ക്യാബിനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വോൾ ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രെയർ ഏരിയ. ഇവിടെ സീലിംഗ് വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റഡി ഏരിയ ആണ്. ചെയേഴ്സും ടേബിളും സ്റ്റൈലിഷ് ആയിട്ടുള്ള കബോർഡും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂംസ് ചെക്ക് ചെയ്യാണ്. 3 ബെഡ്റൂംസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വളരെ വിശാലമായിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡബിൾ കോട്ട് ബെഡ്, സ്റ്റഡി ടേബിൾ, വാർഡ്രോബ് ഒക്കെ ഈ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചൺ ചെക്ക് ചെയ്യുകയാണ്. കിച്ചൺ വളരെ നീറ്റായി ഭംഗിയായാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ക്യാബിനറ്റ്സും വോൾട്ടയിലുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്.
ഒരു ഗോൾഡൻ പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. എല്ലാ അമ്യൂണിറ്റീസും ഉൾപ്പെടുത്തിയിട്ടാണ് സെക്കൻഡ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഡബിൾ കോട്ട് ബെഡ്, വുഡൻ വാർഡ്രോബ്, മനോഹരമായിട്ടുള്ള കർട്ടൻസ് ഒക്കെ ഈ ഒരു ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് തേർഡ് ബെഡ്റൂം. വളരെ നൈസായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ്, കർട്ടൻസ്, ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം അതിമനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെക്ക് ചെയ്യാണ്. അപ്സ്റ്റെയർ ഹോൾ ഏരിയ ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്ത് അതിമനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം. ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ്, മറ്റ് സെറ്റിങ്സ് എല്ലാം മനോഹരമായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം. എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ നീറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി നമ്മൾ ബാൽക്കണി ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആയി തന്നെ ഒരു ഗാദറിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എലിഗൻ്റ് ആയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്